വീട്ടിൽ റവയൊക്കെ ഇരിപ്പുണ്ടാവുമല്ലോ. ഇന്ന് റവ വെച്ചിട്ടൊരു പലഹാരം നമ്മൾ പരിചയപ്പെടുത്തി തരട്ടോ മക്കളെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അതിനൊന്ന് റവനൊന്ന് പുളിപ്പിക്കാനുണ്ട്. അതിനായി നമ്മൾ ഈസ്റ്റ് എടുക്കും. പതിവ് പോലെ തന്നെ എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് പൊടിയൊക്കെ പുളിപ്പിക്കാന്ന്. നമ്മൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് കേട്ടോ. അടുത്ത് തന്നെ കണ്ട ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിയേക്കണം, ഇൻസ്റ്റന്റ് ആണ് കേട്ടോ. അപ്പൊ പുളിപ്പിക്കാനൊന്നും അധികം വെക്കണ്ട, പൊടിയിലേക്ക് നേരെ അങ്ങോട്ട് ഇടാം. അപ്പൊ അതിൽ ഞാൻ ഇളം ചൂട് വെള്ളത്തിലാണ് ആ ഈസ്റ്റ് ഇട്ട് കേട്ടോ. ഒരു സ്പൂൺ തന്നെ കണ്ടില്ല മക്കള്. ഇനി അതിൽ നമ്മൾ പഞ്ചസാര ഇടും, ഒന്ന് കലക്കി വെക്കുക. അപ്പൊ ഈസ്റ്റ് പൊന്തി കിട്ടും. ഇതിപ്പോ പൊന്തണ്ടാന്ന് ഞാൻ പറയണില്ല, കാരണം എന്താ, ഇൻസ്റ്റന്റ് വാങ്ങുമ്പോൾ എളുപ്പമാണ്. എപ്പോൾ നിങ്ങൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഒക്കെ വാങ്ങിയാൽ മതി കേട്ടോ. വേറെ പാക്കറ്റൊക്കെ പണ്ടൊക്കെ ആൾക്കാർക്ക് നേരമുണ്ട് പുളിപ്പിച്ച് വെക്കാനൊക്കെ. 5 മിനിറ്റ് 10 മിനിറ്റ് എന്തിനാ കളയണേ, ഇൻസ്റ്റന്റ് ആകുമ്പോൾ എളുപ്പമായില്ലേ. അപ്പൊ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി പലഹാരം ഉണ്ടാക്കണം കേട്ടോ. രാത്രിയും കഴിക്കാട്ടെ മക്കളെ. നല്ല ഇറച്ചിച്ചാറ് കുട്ടികൾ തട്ട് തന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പൊ റവ വെച്ച ആൾക്കാർക്ക് അറിയൂല എങ്ങനെ പുളിപ്പിച്ചുണ്ടാക്കണ കഥ കേട്ടാ. ഞാൻ കണ്ടുപിടിച്ചാണ് കേട്ടോ. പക്ഷെ രസമുണ്ട്, നല്ല പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ അതെ നോക്കി റവയാണ് കേട്ടാ. ഇത് റേഷൻ കടയിൽ നിന്ന് പാക്കറ്റിൽ കിട്ടില്ല, നമുക്ക് കിട്ടില്ലേ, അതിൽ കിട്ടിയതാണ്. അപ്പൊ ഇങ്ങനെ റവ കുറെ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ പുഴുവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതുപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുക. ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ആയില്ലേ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. റവ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പുഴുവൊന്നും അങ്ങനെ വരില്ല കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാം. റവ കിട്ടിക്കഴിഞ്ഞാൽ പാക്കറ്റ് ഫ്രിഡ്ജിൽ അടക്കി വെക്കും. റവ മൈദക്കും അതെ അങ്ങനെ പുഴു വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആട്ടപ്പൊടി അതെ, എന്നാലും സ്ഥലം അനുസരിച്ചൊക്കെ വെക്കും. റവ എന്തായാലും വെക്കും ഫ്രിഡ്ജിൽ. കാരണം എന്തായിരിക്കും അറിയാം റവയിൽ പുഴു വരുമെന്ന്. പിന്നെ റോസ്റ്റഡ് റവ തന്നെയാണ് ഇപ്പോൾ വരുന്നത്, എന്നാലും ഉണ്ടാവും റവയിലൊരു കുത്തും ഇതൊക്കെ കാണാം. അപ്പൊ അത് കാരണം റവ ഞാൻ കഴിയുന്ന വേഗം ചെലവാക്കും. ഒന്നിൽ ഉപ്പുമാവ് ഉണ്ടാക്കും, അതിൽ കേസരി ഉണ്ടാക്കും, സിമ്പിൾ ആയിട്ടൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പൊ ഇത് ഞാൻ എന്താ ഇങ്ങനെ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ദോശ പോലൊക്കെ ഉണ്ടാക്കാന്ന്. അപ്പൊ ആദ്യം ഞാൻ നിങ്ങൾ വിചാരിക്കും എന്ത് പാത്രത്തിൽ ഇടണം, പാത്രത്തിലിട്ട് നോക്കണമെന്നാണ്. കാരണം വല്ല പുഴുണ്ടി എടുത്ത് കളയാലോ. കാര്യം പുഴുവില്ല, റോസ്റ്റഡ് റവയാണ് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചോണ്ട് പുഴു ഒട്ടും ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനെ അതെടുത്ത് നമുക്ക് അത് ഇളം ചൂടുവെള്ളത്തിൽ തന്നെ ഞാൻ കലക്കിട്ടാ. കാരണം എന്താ, റവക്കൊരു ഹാർഡ്നെസ് അല്ലേ, അപ്പൊ ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. മിക്സിയിലൊന്നും ഇത് അടിക്കൂല, മിക്സിയിൽ അടിച്ചാൽ രസമില്ല. റവ കൊണ്ടുള്ള പലഹാരം തിന്നണമെങ്കിൽ മിക്സിയിൽ അടിച്ചാൽ റവയുടെ ടേസ്റ്റ് ഒക്കെ പോയില്ലേ. റവ ആകുമ്പോൾ ഒരു തരിതരിപ്പൊക്കെ ഉണ്ടാവണ്ടേ, അതിനല്ലേ ഇപ്പൊ റവ ഉണ്ടാക്കി വിടുന്നത്. റവനെ കൊണ്ട് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്ത് രസം ഉണ്ടാവും. എന്നാ പിന്നെ പച്ചരി എടുത്ത് അരച്ചാ പോരെ, അല്ലെങ്കിൽ മൈദ കളിക്കാ പോരെ. റവ തന്നെ ആയിരിക്കണം തിന്നുമ്പോൾ കേട്ടോ. റവ കൊണ്ടുള്ള പലഹാരം തന്നെ നമുക്ക് തോന്നണം. അപ്പൊ ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിക്കണതിന്റെ കാരണം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചാലും മതിട്ടാ, കാരണം അത് ഈസ്റ്റ് നന്നായി ഒന്ന് പൊന്തിക്കോട്ടെ. കാരണം ഈസ്റ്റും പഞ്ചസാരൊക്കെ ഇട്ടേക്കണല്ലേ നമ്മള്. അപ്പൊ ഇളം ചൂടുവെള്ളമാകുമ്പോൾ വേഗം നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങോട്ട് ഈ പൊടികൾ പൊന്തി കിട്ടും. എന്നാൽ റവ ആയതുകൊണ്ട് അധികം ഈ ദോശയുടെ പോലെ ഇഡ്ലിയുടെ പോലെ ഒന്നും പൊന്തിയൊന്നും പോകുന്നില്ല കേട്ടോ. എന്നാലും വലിയ പാത്രത്തിൽ തന്നെ നിങ്ങൾ വെച്ചോ, സേഫ് ആയിട്ട് തന്നെ വെച്ചോട്ടോ. അപ്പൊ അത് പൊങ്ങാൻ വേണ്ടി വെക്കാൻ 4, 5, 6 മണിക്കൂറൊക്കെ വെച്ചോ, പ്രശ്നമില്ല കേട്ടോ. അധികം പുളിച്ചൊന്നും പോകുന്നില്ല. ചില ആൾക്കാർക്ക് പുളിയുള്ള പലഹാരം ഒന്നും ഇഷ്ടമല്ല. ഞങ്ങളെ വീട്ടിലൊന്നും അങ്ങനെ അധികം പുളിച്ചാലൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇത് അങ്ങനെ പുളിയൊന്നും വന്നില്ല കേട്ടോ. സാധാരണ ഒരു പുളിയൊക്കെ വരുള്ളൂ കേട്ടോ. എനിക്ക് പരിചയം ഇത് ഉണ്ടാക്കിയിട്ട്. അപ്പൊ രാത്രി ഉണ്ടാക്കി ഇങ്ങനെ കലക്കി വെച്ചാൽ രാവിലെയൊക്കെ എടുക്കുക, രാവിലെ കലക്കി വെച്ചാൽ രാത്രി എടുക്കുക, കുഴപ്പമില്ല. രാവിലെ തന്നെ ഉച്ചയോടെ കലക്കിയാൽ മതി രാത്രിക്ക് കേട്ടോ. അപ്പൊ രാവിലെയാണ് നല്ലത്. ഇത് ലൈറ്റ് ഭക്ഷണമാണ് കേട്ടോ, ഹെവി അല്ല. അപ്പൊ ഇറച്ചിക്കറിയൊക്കെ ഉണ്ട മക്കളെ, ഇതുപോലൊക്കെ ചെയ്യാട്ടോ. റേഷൻ കടയിൽ നിന്ന് എല്ലാം കിട്ടി. എനിക്ക് കിറ്റ് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞത്ര കിറ്റൊക്കെ എന്തായാലും എല്ലാവർക്കും ഒരു വില ഉണ്ടായില്ല കിറ്റ് കിട്ടിയപ്പോ. റവയൊക്കെ പുഴു എടുത്ത് പോയാൽ ആൾക്കാർ പറയും കൊള്ളൂല എന്നും പറഞ്ഞാട്ട് അവിടെ വെക്കും. അങ്ങനെയാണ്. അപ്പൊ അതേ എല്ലാവരും ഒന്ന് പാഠം പഠിക്കാൻ പോവാണ്. ഈ മാസത്തോടെ കിറ്റ് കഴിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതേ ഓണത്തിന്റെ കിറ്റ് കിട്ടിയിട്ടില്ല. എന്താ എത്ര ദിവസം കഴിയട്ടെന്ന് വിചാരിക്കട്ടെ. ഓണമൊക്കെ കഴിഞ്ഞിരിക്കണ്, എന്നിട്ട് വേണം അന്വേഷിക്കുമ്പോ കിട്ടിയിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാ ഓണം ഓണക്കിറ്റ് ഒന്നുകൂടെ അന്വേഷിച്ച് നോക്കണം. ഓണം കഴിഞ്ഞ് കളിയാട്ടം കഴിഞ്ഞ് ഞങ്ങളുടെ ആൾക്കാർക്ക് വെള്ളക്കാടുള്ളവർക്ക് ഇത് ഇതുവരെയും കിട്ടിയിട്ടില്ല. എന്തായാലും നാളെ ഒന്ന് അന്വേഷിക്കണം കിട്ടൂലെന്ന്. ഇന്നിപ്പോ ഗവൺമെന്റ് ഹോളിഡേ അല്ലേ. അപ്പൊ അതേ മക്കളെ അതേത് രാവിലെ എഴുന്നേറ്റ് അതിൽ കുറച്ച് ഉപ്പിട്ട് ഞാനൊന്ന് കലക്കിയത് ഇതേപോലെ ദോശ പോലെ ഉണ്ടാക്കാം. ഇത് 2ാമത്തെ ട്രിപ്പാണ്. ഞാൻ വീഡിയോ എടുക്കാൻ ഇത്തിരി വൈകിപ്പോയി കേട്ടോ. ആ ചട്ടി നന്നായി ചൂടാവട്ടെ. അപ്പൊ ദോശക്കല്ലി തന്നെ വെക്കുക. കണ്ട ചൂടാവാത്തോണ്ടപ്പോ കാണിച്ചത് ഞാനല്ല ചൂടണ്, വേറെ ആളാണ് കേട്ടോ. അതാണ് ഞാനീ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നോക്കും. എനിക്ക് പരിചയമുണ്ട്. ഇപ്പൊ ഈ ചൂടണ ആൾക്ക് അത്ര പരിചയമില്ല കേട്ടോ. അതാണ് അങ്ങനെ കാണിക്കണം കേട്ടോ. അവൾ ആദ്യമായിട്ട് കാണുന്നത്. റവ കൊണ്ടുള്ള ദോശ പോലെ ഊത്തപ്പം ഉണ്ടാക്കി തിന്നാറില്ലേ, അതേപോലെ തന്നെ ഏകദേശം. പക്ഷെ ഇത് ഇത്തിരി പരത്ത വേണമെങ്കിൽ ചെറിയതാക്കുക, കട്ടിയാക്കുക, എന്ത് വേണം. ഇത്തിരി എണ്ണ ഒഴിച്ചാൽ നല്ലതാണ് കേട്ടോ. വെളിച്ചെണ്ണ ഓയിലൊക്കെ ഒഴിച്ചാൽ. ഞാനതൊന്നും ഒഴിച്ചില്ല. നോൺ സ്റ്റിക്ക്, നല്ല നോൺ സ്റ്റിക്കാണ്. എന്തിനാ എണ്ണയൊക്കെ കുറച്ച് കുറക്കാന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യാണ്ടാണ് കേട്ടോ. വേണമെങ്കിൽ ഇത്തിരി എണ്ണയൊക്കെ മേലെയൊക്കെ തൂക്കിക്കോട്ടെ, പ്രശ്നമില്ല കേട്ടോ. നല്ല രുചിയുണ്ട് കേട്ടോ. മടിക്കാണ്ട് നിങ്ങൾക്ക് റവ കൊണ്ട് ഇങ്ങനത്തെ പലഹാരം ഉണ്ടാക്കാൻ എളുപ്പമാണ്. നല്ല രസമുള്ളത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഹോട്ടലിൽ ഉണ്ടാക്കണ പോലൊക്കെ എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ
ചെറുത് അവിടെ ഒക്കെ ആയിട്ട് ഉണ്ടാക്കുക. ഞാനാണെങ്കിൽ ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കും, ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ഹോട്ടലിലൊക്കെ ചെയ്യണ പോലെ. പക്ഷെ ഇത് ഉണ്ടാക്കിയ ആള് വേറെ ആളാണ്, അവൾക്കറിയില്ല മര്യാദക്ക്. അപ്പൊ പിന്നെ അതേ ഇതാണ് ഇന്നത്തെ പലഹാരം. പിന്നെ ഇതിന് പാലൊന്നും വേണ്ട, തേങ്ങാപ്പാലൊന്നും വേണ്ട, ഡയറക്റ്റ് കറി ഒഴിച്ച് അങ്ങോട്ട് കഴിക്കട്ടെ. കോഴിക്കറിയാ ബീഫ് കറിയാ, എന്ന് ഞങ്ങൾക്ക് ബീഫ് കറിയാണ്, അതുകൊണ്ട് ഇത്തിരി ചാറായിട്ട് കറി ഉണ്ടാക്കിയേക്കണം. സാധാരണ ഞാൻ ബീഫ് വരട്ട് അല്ലെങ്കിൽ ബീഫ് ഇങ്ങനെ അധികം ഗ്രേവി ഇല്ലാണ്ടൊക്കെ എടുക്കാറാണ് പതിവ് കേട്ടോ, ഒലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ബീഫ് കറിയാക്കി തന്നെ വെച്ചു ഇതിന് വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മക്കളെ, കഴിച്ചോട്ടോ. ഒരു വെറും ചായക്കെ അങ്ങോട്ട് കാച്ചാൽ പാൽ ചായക്കെ അങ്ങോട്ട് കാച്ചാട്ടോ. ഇനിയിപ്പോ സാമ്പാറായാലും പ്രശ്നമില്ല, പക്ഷെ എനിക്ക് രസം തോന്നിയ ഇറച്ചിക്കറിയാണ് കേട്ടോ. ഇത്തിരി വേണമെങ്കിൽ ഇതിന് ലൂസാക്കാൻ കുഴപ്പമില്ല, നിങ്ങൾ ഇഷ്ടം പോലെ. റവയല്ലേ കട്ടിയായിട്ടോണ്ടിരിക്കുമല്ലോ, അപ്പൊ കുറച്ച് വെള്ളം ഒഴിക്കാൻ ഉണ്ടാക്കും തോറും 1/2 കിലോ ഉള്ളതുകൊണ്ട് ഒരു വീട് ഞങ്ങളെല്ലാവരും കഴിച്ചിട്ട് ബാക്കി ഉണ്ടാവും. ഇൻഷാ അല്ലാ 10 രൂപ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് രാവിലത്തെ പലഹാരം ആകുമ്പോൾ അധികം കട്ടിയൊന്നും വേണ്ടല്ലോ, 2 3 ഒക്കെ അല്ലേ തിന്നുള്ളൂ എല്ലാവരും. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചിട്ടല്ലേ നമ്മൾ കഴിക്കണത്, ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്യല്ലേ. എവിടെ ഞങ്ങളൊക്കെ രാത്രി 9 മണിയൊക്കെയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ, ഡിന്നർ കഴിക്കുമ്പോൾ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കഴിക്കണത് തന്നെ തെറ്റാണ്. കാരണം ഫാസ്റ്റിങ് പോലെ ഒന്നല്ല, നേരത്തെ കഴിക്കണവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ എന്ന് പറയുന്നത് 7 മണിക്ക് രാത്രി ഒക്കെ കഴിക്കണവർക്ക് കേട്ടോ. ഞങ്ങളെ സംബന്ധിച്ച് 9 മണിയല്ലേ, അപ്പൊ 2 മണിക്കൂർ ലേറ്റ് അല്ലേ. അപ്പൊ അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഇനിയിപ്പോ 10 മണിയോടെ കഴിച്ചാൽ മതി. ഇതിപ്പോ 8-8:30 ഞങ്ങൾ കഴിക്കും. അപ്പൊ ആ ചെറിയ പലഹാരം നല്ലത്. അങ്ങനെയാണ്, അതാണ് ഞാൻ ഇന്നത്തെ പലഹാരം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇങ്ങനത്തെ പലഹാരം അല്ലേ. എന്നാലും ഈസ്റ്റ് ഇട്ട് പുളിപ്പിക്കുന്ന പലഹാരം ആർക്കും അറിയില്ല, റവ വെച്ചിട്ട് അല്ലേ. നിങ്ങൾ തൈര് ഒഴിച്ചിട്ടൊക്കെ ചെയ്യാറില്ലേ, തൈര് ഒഴിച്ച് അടിച്ച് അപ്പൊ തന്നെ റവന അല്ലേ, അത് ചെയ്യാറുണ്ട് അല്ലേ. പിന്നെ തേങ്ങ ഇല്ല എന്നുള്ളൂ, തേങ്ങാപ്പാലുകൊണ്ട് അടിച്ചിട്ടൊക്കെ. ഇതിലിപ്പോ ഒന്നും വേണ്ടല്ലോ, ഈസ്റ്റ് മാത്രം മതി കേട്ടാ. ഉഴുന്ന ഒന്നും വേണ്ട കേട്ടാ, നല്ല സോഫ്റ്റ് ആയിട്ട്. ഇനി കുറച്ച് മധുരത്തിൽ ഉണ്ടാക്കി നോക്കി, ഇത് തന്നെ പിള്ളേർക്ക് കടിച്ച് കഴിക്കുക. പക്ഷെ കറി വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് രാവിലെ തന്നെ എരിവുള്ള കറിയൊക്കെ കൂട്ടുമ്പോൾ നല്ലൊരു സുഖം കിട്ടും തലക്കൊക്കെ. മധുരം കാലത്ത് തന്നെ തിന്നുമ്പോൾ ഒരു ബേജാറല്ലേ. അപ്പൊ വൈകുന്നേരമൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി മധുരത്തിലൊക്കെ ഉണ്ടാക്കിക്കോ കേട്ടാ. കാരണം എന്താ, പിള്ളേർക്ക് കടിച്ച് തിന്നാൻ പറ്റിയ ഇത്തിരി കട്ടിയിൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പൊ മധുരത്തിലൊക്കെ നമ്മൾ ഒരപ്പം പോലെ കയ്യിൽ കടിച്ച് ഇതുപോലെ പരത്തരുത് കേട്ടാ. അപ്പൊ അതേ എല്ലാവർക്കും പരിചയമില്ല ഞാൻ ഉണ്ടാക്കിയ പലഹാരം. ഇടയ്ക്ക് ഇങ്ങനെ കുക്കിംഗ് റെസിപ്പി ഒക്കെ ആയിട്ട് വരാട്ടാ. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് തുടങ്ങിയത് കുക്കിംഗ് റെസിപ്പി വെച്ചിട്ടാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊന്നായി വറക്കണ്ടേ. ചിലവർ ചോദിക്കും ഇത്തപ്പോ കുക്കിംഗ് റെസിപ്പി ഒന്നും ഇടാറില്ലെന്ന് ചോദിക്കും. ഞാൻ പറയും പല ഐറ്റംസ് ഇടാറുണ്ട്, ട്രോളുകൾ ഇടാറുണ്ട്, പിന്നെ റിയാക്ഷൻ വീഡിയോസ് ഇടാറുണ്ട്, പിന്നെ ഇതുപോലെ ഇന്റർവ്യൂസ് ഇടാറുണ്ട്. പിന്നെ അതേ കണ്ട ശർക്കര ചായ ഇട്ടാ, ശർക്കര ചായ അടിപൊളിയായിരിക്കും കേട്ടോ. ശർക്കര ഇട്ടാണ് ചായ വെറും ചായ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പാല് ഇഷ്ടപ്പെട്ടവർ പാല് കഴിച്ചോ. കണ്ടാ അതേ നല്ല രസമല്ലേ കാണാനൊക്കെ, നല്ല കുത്തൊക്കെ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ, എളുപ്പമാണ് കേട്ടോ. എല്ലാവരും റവ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ചെയ്യാട്ടാ, മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ റിയാക്ഷൻ വീഡിയോസ് ഇടാറുണ്ട്, എല്ലാവരും കണ്ടെടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക. പിന്നെ എന്തെന്നാ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ഒക്കെ ചെയ്യും. ഞങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. മറക്കരുത് കേട്ടോ. എല്ലാവരോടായിട്ട് ബായ് പറയുന്നുണ്ട് കേട്ടോ. ബായ്.